ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ലോങ് ടൈമിലേക്ക് പറ്റിയ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള അടിപൊളി കുറച്ച് മെത്തേഡുകൾ, അതായത് കുറച്ച് ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് മിക്കവാറും നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഐഡിയകളാണ്. അപ്പോൾ ഇത് ഗവേഷണ സ്റ്റേജിലാണ്. നിങ്ങൾ ഏതൊരവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും, എങ്ങനെയൊക്കെ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, ഇതുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്യുറസി കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജ് ഉയർത്തും, ഒരു സംശയമില്ല. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഇതുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഇത് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. കോൺഫിഡൻസ് ലെവൽ ഉയർന്നാൽ മാത്രമേ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഉയർന്നാൽ മാത്രമേ 100%, 200%, 300% ഒക്കെ ലാഭം കാണിക്കുമ്പോഴും വിൽക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈ 100%, 200% ഒക്കെ ലാഭം കിട്ടുന്ന സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പണി കുറച്ചും കൂടി എളുപ്പമായി, കുറച്ച് നല്ല സ്റ്റോക്കുകൾ കൂടി കിട്ടും. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള വഴികളിൽ കൂടിയൊക്കെ നമുക്ക് വരാം. എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അധികം പേർക്ക് അറിയത്തില്ല. നമുക്ക് കോൺഫിഡൻറ്റ് ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതിൽ നമ്മൾ സിങ്ങിൻ്റെ സ്റ്റോക്കുകൾ കൊടുക്കാറുമുണ്ട്. ഇനിയിപ്പോൾ മ്യൂച്വൽ ഫണ്ടോ ETF വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ തരാം, അതിന് കുഴപ്പമില്ല. ഞാൻ എടുക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് തരുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൂടി ഉണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എടുത്താൽ മാത്രം പോരാ, അത് യൂസ് ചെയ്യണം. കുറേ പേര് അത് യൂസ് ചെയ്യുന്നില്ല. അത് ആ ബ്രോക്കിംഗ് ഫേമിൽ നിന്ന് എനിക്ക് അവർ മെയിൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്ത ഒരു സ്റ്റോക്കുണ്ട്. അപ്പോൾ അതിനെ ഒന്നും മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചാനൽ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇടയ്ക്കെടുത്ത് കാണുക കേട്ടോ, ഇടയ്ക്കെടുത്ത് കാണുക. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ചെയ്ത വീഡിയോ, അതായത് 4 ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. 4 days ago ഇവിടെ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ഫോർ ടുമോറോ. അപ്പോൾ ആ സ്റ്റോക്ക് റെയ്മണ്ട് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കതിൻ്റെ ചാർട്ട് നോക്കാം. ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ഔട്ട് ഇത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴാണ് വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോയിട്ടില്ല സംഭവം, പിന്നെ മുകളിലേക്കായിരുന്നു. മുകളിലേക്ക് അങ്ങനെ പോയിട്ട് ഇപ്പോൾ 2119 ഇപ്പോഴത്തെ ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെ ഇവിടം വരെ പോകാനുള്ള ഒരു ചാൻസ്, അതായത് ഈ ഒരു ലൈൻ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ കമ്പനി അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനി റെയ്മണ്ട്. അത് ഞാൻ വീഡിയോയിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര ഉയർന്നായിരുന്നു. 4 ദിവസമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു കമൻറ്റാണ് അതിന് കാരണം. ആ കമൻറ്റ് വരാൻ കാരണം ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഏതാണെന്ന് നോക്കട്ടെ. ഇതാണ്. അതായത് 7 ദിവസം മുമ്പ് നമ്മൾ ചെയ്ത നിഫ്റ്റി ഇന്ന് പൊട്ടാനുള്ള കാരണം. അതിൽ ഞാനൊരു സ്ട്രാറ്റജി പറയുന്നുണ്ട്. ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിഫ്റ്റി ഇങ്ങനെ പൊട്ടി പോയില്ലേ, നിഫ്റ്റി ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ക്യാൻഡിലുകൾ വരും. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. വിശദമായിട്ട് മനസ്സിലാക്കണമല്ല, വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ ഡെയിലി ചാർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്രീൻ ക്യാൻഡിലുകൾ, അങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമുക്കവിടെ ഒരു ബൈ എടുക്കാമെന്നാണ് പറയുന്നത്. ഏതിലാണെന്നോ ബൈ എടുക്കേണ്ടത്? ETFകളിൽ. അതൊരു സ്ട്രാറ്റജിയാണ്, ഭയങ്കര പവർഫുൾ സ്ട്രാറ്റജിയാണ്. ഈ സാധനം എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നിഫ്റ്റി പൊട്ടി പോകുന്നു. അപ്പോൾ ഡെയിലി ചാർട്ട് ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് ബൈ എടുക്കാം. ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ മാത്രം ബൈ എടുക്കാം. എന്തിലാണ്? ETF, ഇൻഡെക്സ് ബേസ്ഡ് ETF നമുക്ക് ബൈ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഭയങ്കര അലമ്പ് പുള്ളി. നിങ്ങൾ എന്ത് ഇതാണെന്ന് ഭയങ്കര അലമ്പ്. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. പുള്ളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അതേപോലത്തെ ഒരു കമൻറ്റ് ഇടുക. ഞാൻ പുള്ളീനെ ഡിലീറ്റ് ചെയ്യാൻ, പുള്ളീനെ റിമൂവ് ചെയ്യാൻ മറന്നുപോയി. അല്ലെങ്കിൽ പുള്ളിക്ക് നമ്മുടെ ചാനൽ പിന്നെ ഒരിക്കലും നമ്മുടെ വീഡിയോ കാണാൻ പറ്റില്ല. ആ രീതിയിൽ ആക്കാമായിരുന്നു. ഞാനത് വിട്ടുപോയി. കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കലിപ്പ് വന്നിട്ടാണ് ഞാനത് റിമൂവ് ചെയ്ത്. കാരണം ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റാണിത്. പേഴ്സൻറ്റേജ് വൈസ് നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഏപ്രിൽ 1 മുതൽ ഇന്ന് ഏപ്രിൽ 26, ഇന്നത്തെ കൂട്ടണ്ട, ഇന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കൂട്ടണ്ട, കാരണം അത് ഇന്ന് വന്നിട്ടില്ല, ഇതിൽ വരില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രോഫിറ്റ് 58,000 സംതിങ് ആണ്. 4% മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. എത്ര വർക്കിംഗ് ഡേ ഉണ്ട്? ഇതിൽ പല വർക്കിംഗ് ഡേയിലും ട്രേഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. ഇത് മൊത്തം ETF ആണ്. അതിൽ ഈ ലോസ് വന്നത് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ഒരു കുഴപ്പം കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി വന്നാണ് ഇങ്ങനെ ഒരു ലോസ്. അപ്പോൾ ETFൽ ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മാസം നമുക്ക് 4% എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാ മാസമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല, എൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല. 10 മാസം ആകുമ്പോൾ 40% ആകുന്നു. 12 മാസം ആകുമ്പോഴത്തേനും നമുക്ക് 48% ആകുന്നു. ആ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം
മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അങ്ങനെ ആവില്ല. പക്ഷേ ഇതിനൊരു ലോജിക്കുണ്ട്, അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം എത്ര ETF-കളിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, എത്ര ETF-കളിലാണ്. ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ ആ മെത്തേഡ് ഉപയോഗിച്ചൊന്നുമല്ല. മാർക്കറ്റ് റെഡിലാകുമ്പോഴൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് ഗ്രീനിൽ വരുമ്പോൾ ഇങ്ങനെ ബൈ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞില്ല. ഇടിഞ്ഞു പോകുമ്പോൾ മാർക്കറ്റ് ഈ ഇടയ്ക്ക് കുറേ ഇടിഞ്ഞു പോയി അല്ലേ, ഇടിഞ്ഞു പോയി. അപ്പോൾ അവരൊക്കെ വിചാരിച്ച ഇടിഞ്ഞിട്ട് അങ്ങ് പോയി തീരുമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെയല്ല. ഇത് ഇടിഞ്ഞു പോയാൽ ഇച്ചിരി കയറും, പിന്നെ ഇടിഞ്ഞു പോയാൽ വീണ്ടും കയറും, ചിലപ്പോൾ മുകളിലേക്കും ഒറ്റക്കയറ്റവും കയറും, ഫുള്ളും കയറും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ കമൻറ്റും കാര്യങ്ങളും ഇടുമ്പം മറ്റുള്ളവരുടെ വ്യൂ കൂടി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശീലിക്കുക. അത് അംഗീകരിക്കണം എന്നല്ല, അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കും, എന്നിട്ട് ഇത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം എൻ്റെ ഒരു മനസ്സമ്മതിക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് ആൾക്കാർ കണ്ടാലും കൊള്ളാം, കണ്ടില്ലെങ്കിലും കൊള്ളാം. നമ്മുടെ ഈ വീഡിയോയോ അല്ലെങ്കിൽ ഈ ചാനലോ ഒക്കെ തുടങ്ങിയിട്ട് തന്നെ 5-6 വർഷമായി. ഞാൻ മാർക്കറ്റിൽ വന്നിട്ട് 13 വർഷത്തിന് മുകളിലുമായി. ഇത്രയും നാൾ ഈ മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ ഇനിയും ഞാൻ നിൽക്കൂലോ, മുന്നോട്ട് നിൽക്കൂലോ. അതെനിക്കിതിൽ പാഷനുള്ളതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ നിന്നിട്ട് ബിഗിനേഴ്സിന് ഉപകാരപ്പെടണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തവർ അംഗീകരിക്കേണ്ട. പക്ഷേ തെറ്റാണ് എന്ന് പറയുമ്പം ശരിയായ സാധനം എന്താണെന്നുള്ളതും കൂടെ അവർ ഇടണം. ഒന്നെങ്കിൽ അവരൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇട്ടാൽ മതി, ഇന്നതാണ് ഞാൻ ചെയ്തത്, ഈ മെത്തേഡ് ഓക്കെയാണ്. അല്ലെങ്കിൽ അവരത് ടെസ്റ്റ് ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. അയാൾ ആ കമൻറ്റിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഏതോ ഒരു വലിയ മണ്ടത്തര സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ പോലെയാണ്. ആ സ്ട്രാറ്റജിയിലാണ് ഞാൻ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. ഇത്രയും വർഷം നിഫ്റ്റി നോക്കി, ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇതിൽ ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്, ഈ വെള്ള കളറിൽ കാണുന്ന ഗ്രീൻ ക്യാൻഡിൽ കേട്ടോ. ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഇത് ഈ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ആ മെത്തേഡ് ചെയ്താൽ എന്താ അത് തെറ്റ്. ഒരു വർഷത്തെ ചാർട്ട് ഇനി പുറകോട്ടെടുത്ത് നോക്കിക്കോ, മൊത്തത്തിൽ നിഫ്റ്റിയുടെ ചാർട്ട് ബുള്ളിഷാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി പറയുന്നത്. മൊത്തത്തിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ മാത്രം ഇത് ചെയ്താൽ മതി. ഇതാ ഇവിടെ ഗ്രീൻ ക്യാൻഡിലാണ്, ഇവിടെ നമുക്ക് വാങ്ങാം, എവിടെയെങ്കിലും വിൽക്കാം. ഇനി റെഡ് വന്നിട്ട് ഗ്രീൻ വരുന്നു, റെഡ് വന്നിട്ട് ഗ്രീൻ വരുന്നു, റെഡ് വന്നിട്ട് ഗ്രീൻ വരുന്നു, ഇവിടെ ഫുള്ള് റെഡ്. ഈ സമയത്ത് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ ഭാഗത്ത് ഇവിടെ റെഡ് വന്നു, അടുത്ത ഗ്രീൻ വരുന്നു, ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അങ്ങനെ നമുക്കിതാ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. റെഡ് വന്നിട്ട് ഗ്രീൻ വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെയിനായിട്ട് ഞാൻ പറയുന്ന സ്ട്രാറ്റജി മാർക്കറ്റ് ഇടിയുമ്പോൾ വരുന്ന ഗ്രീൻ ക്യാൻഡിലുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ മാത്രം മേടിച്ചാൽ മതി. ചിലപ്പോൾ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും റെഡ് വരാം, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഇവിടുന്ന് മേടിക്കണം, പിന്നെയും റെഡ് വരാം, പിന്നെ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് അവിടുന്ന് മേടിക്കണം. അതാണ് ആ ഒരു സ്ട്രാറ്റജി. നിങ്ങളിത് നോക്കുക. അങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രോഫിറ്റ് വയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു ലെസണാണ്. ഇത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കുക, ഇല്ലാത്തവർ വാച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോക്കുക. മാർക്കറ്റ് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. പക്ഷേ ഷെയർ മാർക്കറ്റാണ്, തിരിച്ച് കയറും. ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലാതെ നമ്മൾ എവിടെയാണ് മേടിക്കുക എന്നും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിൽ പറയാം. ഇൻഡെക്സ് ബേസ്ഡ് ETF-ന് ഒരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. അത് ആ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻഡെക്സ് ബേസ്ഡ് ETF-ന് ഒരു ഉദാഹരണം. മൊമെൻറ്റം എന്ന് പറയും. സ്പെല്ലിംഗ് എല്ലാം ശരിക്കും കണ്ടോളൂ കേട്ടോ. മൊമെൻറ്റം ഞാൻ ഒന്നും കൂടെ വലുതാക്കി കാണിക്കാം. മുകളിലുണ്ട്, പേരുണ്ട്. കാരണം ഇതൊക്കെ ഉപകാരപ്പെടും. ഈ ഒറ്റ ETF മതി. ഇതേപോലത്തെ എത്രത്തോളം ETF, 30 ETF ഞാൻ ട്രേഡ് ചെയ്യുന്ന ലിസ്റ്റ് തന്നതാണ്. മൊമെൻറ്റം എന്ന് പറയുന്ന ETF നോക്കിക്കുക. അതിൻ്റെ ചാർട്ട് അടിപൊളി ചാർട്ടല്ലേ. നിഫ്റ്റിനെ കഴിഞ്ഞ് ബെറ്റർ ചാർട്ടാണ് ഇതിൻ്റെ ചാർട്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി നമ്മുടെ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്ക് പിക്കിംഗ് മെത്തേഡിലേക്ക് പോവുകയാണ്. വീഡിയോ ലെങ്തി ആയി എന്ന് കരുതിയിട്ട് പ്രശ്നമുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വീഡിയോ ലെങ്തി ആവും. മാത്രമല്ല ഞാനൊരു അധ്യാപകനുമാണ്, അതുകൊണ്ട് എക്സ്പ്രഷൻ കുറച്ച് കൂടും. പഠിച്ച് ഇതിൽ നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സലിൻ്റെ പേര് തന്നെ ലോങ് ടൈം പോർട്ട്ഫോളിയോ എന്നാണ്. ഇവിടെ കമ്പനിയുടെ പേരാണ്. ഈ കമ്പനി എങ്ങനെ കിട്ടി? പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് ഈ കമ്പനികൾ. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് ഇങ്ങനെയുണ്ട്. ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി, അതായത് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. പല സ്ക്രീനറുകളാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ കിട്ടും. ഇപ്പോൾ ഡിക്സൺ എന്ന് പറയുന്ന സ്റ്റോക്ക്, ഇവിടെ ഡിക്സൺ എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കിക്കുക. ഇതിൻ്റെ ഗ്രാഫ് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാഫ്. ഈ ഗ്രാഫ് 1 ഇയർ ഡെയിലി ചാർട്ടാണ്. ഒരു വർഷത്തെ ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ഗ്രാഫ് ലോങ് ടൈമിലേക്ക് നമുക്ക് വേണ്ടതാണ്. അധികം ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകണം. അതങ്ങനെ പോയിട്ടുണ്ടോ? നോക്കിക്കുക, അങ്ങനെ പോയിട്ടുണ്ട്. അധികം ബഹളം ഇല്ലാതെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയാൽ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു
ഒരു എത്രയെങ്കിലും രൂപ 10,000 രൂപ നമ്മൾ നിക്ഷേപിച്ചു. അങ്ങനെ മുകളിലേക്ക് പോകുന്നു, 11 12 അങ്ങനെ അത് മുകളിലേക്ക് പോകുന്നു, നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നു. വലിയ ബഹളമില്ലാതെ പോകണം. എന്തെങ്കിലും മാർക്കറ്റിലൊരു പ്രശ്നം വന്നാൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റണം. വലിയ ബഹളമുള്ള ചാർട്ടിൽ അത് പറ്റുമോ? പറ്റില്ല. അതായത് ഇങ്ങനെ മുകളിലേക്കോ ഇങ്ങനെ താഴേക്കോ ഇങ്ങനെ മുകളിലേക്കോ ഇങ്ങനെ ഈ ചാർട്ടിൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ലോങ് ടൈമിലേക്ക് നമുക്ക് പിക്ക് ചെയ്യേണ്ട സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് ആയിരിക്കണം. വലിയ കറക്ഷൻസ് പാടില്ല. കണ്ടില്ല, അപ്പോൾ ഡിക്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഓരോ സ്റ്റോക്ക് നമ്മളിങ്ങനെ ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ വരുന്ന സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ എടുത്തു നോക്കണം. ഇനി BHEL എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കിക്കേ, വളരെ മനോഹരമായിട്ട് മുകളിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ ഈ ചാർട്ടിന് നമുക്കൊരു പേരിടാം, അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തേക്കുന്ന റേറ്റിംഗ് ഗുഡ് എന്നാണ്. അപ്പോൾ കമ്പനി മനസ്സിലായി, സ്റ്റോക്കിൻ്റെ പേര് മനസ്സിലായി. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ 1 ഇയർ ചാർട്ട് നല്ലതാണോ അല്ലയോ എന്നാണ്. 1 ഇയർ ചാർട്ട് ഉണ്ടല്ലേ, ചാർട്ട് വ്യൂ, അതിൽ ഗുഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് എല്ലാം. ഗുഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് എല്ലാം. ഇതെങ്ങനെയാണ് കിട്ടിയത്? ബ്രേക്ക് ഔട്ട് സ്ക്രീനറിൽ സ്റ്റോക്കുകൾ വരുമ്പോൾ ആ സ്റ്റോക്കുകളുടെ ചാർട്ട് എടുത്ത് നോക്കി ഒരു വർഷത്തെ ചാർട്ട് നല്ലതാണെങ്കിൽ നമ്മൾ ഈ ഒരു കോളത്തിൽ ഗുഡ് എന്നെഴുതും. ഇവിടെ ബാഡ് എഴുതിയിട്ടുണ്ട്, JB കെമിക്കൽ ആൻഡ് ഫാർമ, ബാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ സ്റ്റോക്ക് കയറ്റിയത്? ഇതിൻ്റെ ലോങ് ചാർട്ട് ഗുഡാണ്. അടുത്തത് ലോങ് ചാർട്ട്, അതെന്താണ്? ചാർട്ട് ഓൾ ഡേറ്റ. അതെങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. BHELൻ്റെ ചാർട്ട് തന്നെ നമുക്ക് എടുക്കാം. 1 ഇയർ ചാർട്ട് ഗുഡാണ്. ഇനിയിപ്പം ലോങ് ചാർട്ട് എടുക്കാൻ ഓൾ ഡേറ്റ റേഞ്ചിൻ്റെ അവിടെ മന്ത്ലി കൊടുക്കുക. ഇതെന്ത് ചാർട്ടാണ് ഇങ്ങനെ? ഈ ഒരു ചാർട്ട് ഗുഡാണോ? അല്ല, ഈ ഒരു ചാർട്ട് ഗുഡല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ വിറ്റില്ല എന്ന് വിചാരിച്ചു, ഇവിടെ വിറ്റില്ല. ലോങ് ടൈംകാരെന്താ ചെയ്യുക? അവർ ഹോൾഡ് ചെയ്യല്ലേ ചെയ്യുക, അവർ വിൽക്കുന്നില്ലല്ലോ. അവർ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വിൽക്കുക. പക്ഷേ ലോങ് ടൈം പോർട്ട്ഫോളിയോയിലേക്ക് ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് കയറിപ്പോണം. അല്ലാതെ ലോങ് ടൈമിലേക്ക് ഇങ്ങനെ ഇടിയുന്ന സ്റ്റോക്ക് ആകരുത്. ഇത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ഏതാണ്ട് 300 സംതിങ്ങിലേക്ക് പോയി, 300 380 ലെവലിലേക്ക് പോയി ആ സ്റ്റോക്ക് 20 രൂപയിലേക്ക് ഇടിഞ്ഞു. ഈ സ്റ്റോക്ക് നമുക്ക് ലോങ് ടൈമിന് പറ്റുമോ? ഇത് ലോങ് ടൈമിന് പറ്റില്ല. എന്നാൽ ഇതിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് കയറാം, ഈ ഭാഗത്ത് കയറാം. നിങ്ങൾക്ക് എടുക്കാം. ഇടിയുന്ന ഇത് കണ്ടാൽ വിറ്റ് മാറാം. അല്ലെങ്കിൽ കോസ്റ്റിലെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇടുക. കോസ്റ്റ് വാങ്ങിയ വിലയ്ക്ക് താഴേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. വാങ്ങിയ വിലയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതെന്തോ റിട്ടേൺ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ, നമ്മൾ ഇറങ്ങുക. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ആ ഒരു ക്രിറ്റീരിയ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 100% ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാഭം ഒരു 80% ഇടിയുന്നുണ്ട് എങ്കിൽ ഒരു 75% സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. കാരണം 100% കിട്ടും. ഇത് ലാഭം കിട്ടില്ല എന്നല്ല, നല്ല നല്ല ചാർട്ട് 1 ഇയർ ചാർട്ട് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം. BHELൻ്റെ 1 ഇയർ ചാർട്ട് അടിപൊളി ചാർട്ടാണ്. 1 ഇയർ ഡെയിലി ചാർട്ട് അടിപൊളി ചാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ഇവിടെ ഒരു എൻട്രി എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നീട് അത് മുകളിലേക്ക് പോകുന്നു, സ്റ്റോപ്പ് ലോസ് കയറ്റിയിടാം. അങ്ങനെ പിന്നീട് അത് മുകളിലേക്ക് പോകുന്നു, സ്റ്റോപ്പ് ലോസ് നമുക്ക് അടുത്ത ലോയിലേക്ക് നമുക്ക് കയറ്റിയിട്ട് ഇത് റൈഡ് ചെയ്തുകൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജീവിതകാലം മൊത്തം ചിലപ്പോൾ വെച്ചാൽ ഈ സ്റ്റോക്ക് പണി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലായാലോ? രണ്ടാമത്തെ കോളം മനസ്സിലായി. ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ട് കൊടുക്കുമ്പോൾ ചാർട്ട് ഇതുപോലെ നല്ലതാണ് എങ്കിൽ അവിടെ ഗുഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ കൊടുക്കാം. ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നു. ഇതുപോലത്തെ ചാർട്ട് കൊള്ളില്ല, അത് ലോങ് ടൈമിലേക്ക് പറ്റിയ സ്റ്റോക്കല്ല. ട്രേഡിങ്ങിന് ഉപയോഗിക്കാം. ട്രേഡിങ്ങിന് കൂടുതൽ ലാഭം, ചെറിയ സമയം കൊണ്ട് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ളൂ ഇതുപോലത്തെ ചാർട്ടാണ്. അപ്പോൾ മന്ത്ലി ചാർട്ട് നല്ലതേതാണ്? നമുക്ക് വീണ്ടും ആ ഒരു എക്സലിലേക്ക് വരാം. ഇപ്പോൾ JB കെമിക്കൽ ആൻഡ് ഫാർമയുടെ ചാർട്ടിൽ 1 ഇയർ ചാർട്ട് കൊള്ളില്ല, പക്ഷേ ലോങ് ചാർട്ട് ഗുഡാണ്. എന്നാൽ ഈ ഒരു കുളത്തിൽ വെരി ഗുഡ് എന്ന് എഴുതിയ 2 സ്റ്റോക്കുകളുണ്ട്. വെരി ഗുഡ്. ഒന്ന് ട്രെൻഡാണ്, 2 HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. 2ൻ്റെയും ചാർട്ട് നമുക്ക് കാണാം. ഈ ട്രെൻഡിൻ്റെ ചാർട്ടിൽ ഡെയിലി ചാർട്ടും വെരി ഗുഡാണ്. അപ്പോൾ ട്രെൻഡിൻ്റെ ചാർട്ട് തന്നെ നമുക്ക് ആദ്യം കാണാം. ടാറ്റയുടെ കമ്പനിയാണ് കേട്ടോ ട്രെൻഡ്. അപ്പോൾ കമ്പനി അനാലിസിസിലേക്ക് പോകുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആകും, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, മന്ത്ലി ചാർട്ട് കണ്ടോ, സൂപ്പർ ചാർട്ടല്ലേ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കച്ചറയൊന്നും ഇതിനകത്തില്ല. കറക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ താരതമ്യം ഇതിൻ്റെ അപ് ട്രെൻഡ് നോക്കുമ്പോൾ ചെറിയ കറക്ഷനാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡ് നോക്കുമ്പോൾ ചെറിയ കറക്ഷനാണ്. വളരെ നല്ല ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ കമ്പനികൾ തുടക്കത്തിൽ കിട്ടിയാൽ നല്ലതാണ്. ഇതിപ്പോൾ തുടക്കത്തിൽ കിട്ടിയിട്ടില്ല, ഇത് നമുക്ക് കുറേ ജേർണി കഴിഞ്ഞാണ് കിട്ടിയേക്കുന്നത്. എന്ന് വെച്ച് നമ്മൾ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുത്തി താഴേക്ക് പോകണമെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ജേർണി അത് കണ്ടിന്യൂ ചെയ്യും. സ്പീഡ് കുറയാം, കൂടാം, എന്തും സംഭവിക്കാം.
പക്ഷേ പലരും പറയുന്ന പോലെ ഇത് തുടക്കത്തിൽ കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ തുടക്കത്തിലേ നോക്കുക. ഈ കമ്പനി പോട്ടെ, ഇത് ഞാൻ ഉദാഹരണത്തിനെടുത്താണ്. പക്ഷേ ഇതിലിപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം, ചെയ്തതിന് കുഴപ്പം. ഇച്ചിരി സേഫ്റ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കമ്പനിയിൽ ഇപ്പോഴും ചെയ്ത് ഓൾ ഡേറ്റ മന്ത്ലി ആണ്. നമുക്ക് 1 ഇയർ ഡെയിലി ചാർട്ട് കൊടുക്കാം. നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ പറയുന്നത് എഴുതിയിട്ട് എടുക്കുകയൊന്നും വേണ്ട. ഞാനിത് എൻ്റെ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ഞാൻ ഇത് വീഡിയോ ആക്കി ചെയ്യുന്നതാണ് കേട്ടോ. 1 ഇയർ ചാർട്ട് നോക്കിയാൽ 1 ഇയർ ചാർട്ട് വളരെ മനോഹരമായ ചാർട്ട് അല്ലേ. 1 ഇയർ ചാർട്ട് സൂപ്പറാണ്, വെരി ഗുഡ് എന്ന് പറയാം. മന്ത്ലി ചാർട്ട് ഓൾ ഡേറ്റ ചാർട്ട് സൂപ്പറാണ്, വെരി ഗുഡ് എന്ന് പറയാം. ഈ സ്റ്റോക്കൊക്കെ നമ്മൾ നേരത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. വേണമെങ്കിൽ ഇപ്പോഴും പരിഗണിക്കാം. റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് താല്പര്യം സ്റ്റഡി ചെയ്തിട്ട് പരിഗണിക്കാം. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ ചാർട്ട്, ഡെയിലി ചാർട്ടും മന്ത്ലി ചാർട്ടും വെരി ഗുഡാണ്. അങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഓരോ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ ഓരോ സ്റ്റോക്കും ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റകൾ ഇവിടെ എൻ്റർ ചെയ്യും. അല്ലാതെ നമുക്ക് മെമ്മറി നിൽക്കില്ല. ട്രെൻഡ് ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോക്കൊന്നും അല്ല കേട്ടോ. ട്രെൻഡ് 1000-ന് താഴെയൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് റെക്കമെൻഡ് ചെയ്ത് ഇപ്പോൾ ആരും ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല. കോൺഫിഡൻറ്റ് ഫാമിലിയിലാണ് നമ്മൾ ട്രെൻഡ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യാത്തതിന് കാരണം ആ ഒരു സ്റ്റോക്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഞാനിപ്പോൾ കോൺഫിഡൻറ്റ് ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പ് തുറന്നു, ട്രെൻഡ് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഒരുപാട് പേര് ആ ട്രെൻഡിൽ കമൻറ്റ് ഇട്ടേക്കാം. ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് ആ വേർഡ് ഉള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിനായ സുജിത് സാറ് 1522 ട്രെൻഡ് പറഞ്ഞിട്ടുണ്ട്. 1454 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1522 ടാർഗറ്റ് ആയിരുന്നു. ദീപു എന്ന് പറയുന്നയാൾ ട്രെൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ട്രെൻഡ് ഓൾസോ ബൈ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെൻഡ് 926-ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 926-ന് വാങ്ങിയിട്ടുണ്ട്. ഗുഡ് ഫോർ ലോങ് ടൈം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ മെസ്സേജിലേക്ക് പോകും. കണ്ടില്ലേ, പർച്ചേസ്ഡ് ട്രെൻഡ് 926 ഗുഡ് ഫോർ ലോങ് ടൈം. ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 9-നാണ്, 2021 കേട്ടോ. 2021 ഓഗസ്റ്റ് 9-നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു 700 ലെവലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇപ്പോൾ ജാഫർ ഭായ്, നമ്മുടെ അഡ്മിനായിട്ടുള്ള ജാഫർ ഭായ് 902 ട്രെൻഡില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് അത് കൊടുത്തതാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്നത് 890 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ 800-ൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജാഫർ ഭായ് 851-ൽ അത് വാങ്ങിയിട്ടുണ്ട്. ബോട്ട് ട്രെൻഡ് 851, സ്റ്റോപ്പ് ലോസ് 800, ടാർഗറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4000-ന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് മെമ്പേഴ്സ് ട്രെൻഡിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 770. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ലെവലിലാണ്. ഇനിയും ഒരു പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ അതാ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ട്രെൻഡ് 923 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നവിൻ ഫ്ലോർ, ഇത് നമ്മൾ 2000 ലെവലിൽ കണ്ടുപിടിച്ചാണ് നവിൻ ഫ്ലോർ. പെട്ടെന്ന് തന്നെ ഡബിളായി. പിന്നീട് അത് ഒരു കൺസോൾട്ടേഷൻ, പിന്നെ ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ 2000-ന് താഴെ നമ്മൾ നവിൻ ഫ്ലോർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവർ ട്രെൻഡ് ആൻഡ് നവിൻ ഫ്ലോർ. ഇനി നമുക്ക് താഴേക്ക് പോയാൽ ഇതിലും ചെറിയ വിലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 685-ലൊക്കെ കണ്ടില്ലേ, ട്രെൻഡ് ക്രോസ്ഡ് 680. ഒരുപാട് മെസ്സേജ് കോൺഫിഡൻറ്റ് ഫാമിലിയിലുണ്ട്. ഇതാണ് ചാത്തൻ, ട്രെൻഡ് ഈസ് ട്രേഡിംഗ്. ചാത്തൻ സ്റ്റോക്കാണ്. ചാത്തൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മോശമെന്നല്ല, അത് വോളിയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭയങ്കരമായിട്ട് ഹെവി വോളിയം ഒക്കെ ആ സ്റ്റോക്കിൽ വന്നായിരുന്നു. ഹെവി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നോർമലി ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വോളിയം കയറി വരിക. അപ്പോൾ അങ്ങനെ കയറി വരുന്ന സ്റ്റോക്കുകൾ ഞാൻ അന്ന് വിളിച്ച് ചാത്തൻ എന്നാണ്. അപ്പോൾ ചാത്തൻ ട്രെൻഡ് ഈസ് ട്രേഡിംഗ് 671 ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ട്രെൻഡ് നമ്മൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അത് പോരായ്മയാണ്. ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും ചെറിയ നല്ല സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു ജേണിയിലെ ഏറ്റവും ചെറിയ പ്രോസസ്സാണ്, സ്റ്റാർട്ടിംഗ് പ്രോസസ്സാണ്. പക്ഷേ അത് മൾട്ടിബാഗറായി മാറുമ്പോൾ ആ സ്റ്റോക്ക് കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ട്രെൻഡ് എന്തായാലും മനസ്സിൽ കിടക്കും. അപ്പോൾ ഒരു പുതിയ കമ്പനി ഇങ്ങനെ കയറി വരിക, പുതിയൊരു കമ്പനി ഇങ്ങനെ കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എയർലി പൊസിഷനിൽ അതിൽ ബൈയെടുക്കും. ഇനിയിപ്പം ഈ ഒരു കോളം ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്, മാർക്കറ്റ് ക്യാപ്പ്. ഇത് നമുക്ക് ആ കമ്പനിയുടെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലേറ്റവും വലിയ കമ്പനി ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, HAL. അപ്പോൾ അതിൻ്റെ ചാർട്ട് കണ്ടില്ലല്ലോ. ഇതും ലോങ് ടൈമിന് നമുക്ക് പറ്റിയൊരു കമ്പനിയാണ്. ഡിഫൻസ് സെക്ടറിൽ പെട്ട ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാം HAL എന്നാണ് ഷോർട്ട് ഫോം. 1 ഇയർ ചാർട്ട് നോക്കിയാൽ വളരെ സൂപ്പർ ചാർട്ടാണ്. അപ്പോൾ ലോങ് ടൈമിന് പരിഗണിക്കാം. ഈ താഴെ ലെവലിലൊക്കെ പരിഗണിച്ചിരുന്നവരുടെ ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്തത് 100% മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ ലെവലൊക്കെ പരിഗണിച്ചിരുന്നവരുടെ അവർ
നല്ല പ്രോഫിറ്റിലാണല്ലേ. അതേപോലെ തന്നെ ഓൾ ഡേറ്റ ചാർട്ട് നോക്ക്. ഓൾ ഡേറ്റ മന്ത്ലി നല്ല സൂപ്പർ ചാർട്ട് അല്ലേ. ട്രെൻഡിൻ്റെ അത്രയും വളർന്നിട്ടില്ല, പുള്ളി വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ട്രെൻഡിൻ്റെ അത്രയും വളർന്നിട്ടില്ല, കാരണം പുള്ളി വന്നിട്ട് അധികം നാളായിട്ടില്ല. ലിസ്റ്റ് ചെയ്തിട്ട് 2018, ആ ട്രെൻഡിൻ്റെ അത്രയും നാളായിട്ടില്ല. ലിസ്റ്റ് ചെയ്ത ഇടയ്ക്കൊക്കെ ശോകമായിരുന്നു. അത് കഴിഞ്ഞ് വളരാനൊക്കെ തുടങ്ങിയത് 2020 കഴിഞ്ഞിട്ടാണ്. വളരാൻ തുടങ്ങിയിട്ട് 3-4 വർഷം ആയിട്ടുള്ളൂ. ട്രെൻഡിൻ്റെ അത്രയും ആയിട്ടില്ല. അപ്പോൾ ഈ കമ്പനിയാണ് മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും കൂടുതലുള്ള. അപ്പോൾ മന്ത്ലി ചാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഡെയിലി ചാർട്ടും കണ്ടല്ലോ. മാർക്കറ്റ് ക്യാപ്പിൽ 2,63,904 കോടിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ട്രെൻഡ് തന്നെയാണ്, 1,53,000 അപ്പോൾ പുതിയ കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ ഇങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി സ്റ്റഡികളായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതനുസരിച്ച് എൻട്രി ചെയ്യാണ്. SCILAL എന്ന് പറയുന്ന സ്റ്റോക്ക്, SCILAL ഇതൊരു നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് വളർച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സ്ക്രീനറി പോയിട്ട് അതൊന്ന് പഠിക്കാം. പ്രീമിയർ എക്സ്പ്ലോസീവിൻ്റെയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പൊക്കെ കുറഞ്ഞ ഒരു കമ്പനിയാണ്, പക്ഷേ ഡിഫൻസ് സെക്ടറിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ISRO ഒക്കെ ആയിട്ട് ഇതിൻ്റെ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ വീഡിയോ അത് കുറച്ച് നാൾ മുമ്പാണ് ചെയ്തത്, കുറേ നാളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100% റിട്ടേൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രീമിയർ എക്സ്പ്ലോസീവിൻ്റെ വീഡിയോ 1 വർഷമൊക്കെ ആയി കാണും വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ISRO ഒക്കെ ആയിട്ട് ബന്ധമുള്ള കമ്പനിയാണ്, സൂപ്പർ ചാർട്ടാണ്. അപ്പോൾ ആ ചാർട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഇത് എടുത്തത്. ഏത് ചാർട്ടാണ് എന്നെ ആകർഷിച്ചത്? പ്രീമിയർ എക്സ്പ്ലോസീവ്സ്. ഇത് നോക്കിക്കേ ചാർട്ട്, ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ട് സൂപ്പർ അല്ലേ, അടിപൊളി. പക്ഷേ ഇത് ഉണ്ടല്ലോ കുറേ നാൾ ഇങ്ങനെ കൺസോൾട്ടേഷൻ എന്നിട്ടാണ് ബ്രേക്ക് ഔട്ട് നടത്തി പിന്നെ പറന്നു പോയത്. 1 ഇയർ ഡെയിലി ചാർട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. അടിപൊളി ചാർട്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ ബ്രേക്ക് ഔട്ടിന് കണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇത് 100% അല്ല, കാരണം കുറേ നാളായി ഇത് വീഡിയോ ചെയ്തിട്ട്. 100 അപ്പോൾ 400% കയറിയിട്ടുണ്ട്. എന്തായാലും ചാനൽ ആ വീഡിയോ കിടപ്പുണ്ട്. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനത് നോക്കി എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പ്രീമിയർ എക്സ്പ്ലോസീവ് നോക്കാൻ ഇതിപ്പം അണ്ടർ സ്റ്റഡിയിലാണ്. കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇത് സ്റ്റഡി ചെയ്താണ്, നല്ല സാധനമാണ്. പക്ഷേ പുതിയൊരു കമ്പനി വന്നിട്ടുണ്ട്, SCI. ഇതാണ് സംഭവം. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ല, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സ് ലിമിറ്റഡ്. ഇതാണ് കമ്പനിയുടെ പേര്. 75 രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ്. 75 രൂപയാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സ് ലിമിറ്റഡ്. ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക. ഇതിൽ കയറിയിട്ട് വായിച്ച് നോക്കുക. മാർക്കറ്റ് ക്യാപ്പ് 3495. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസമാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇവിടെ പ്രൊമോട്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ് പ്രൊമോട്ടർ. ഗവൺമെൻറ് കമ്പനിയാണ്. പിന്നെ FISനും DISനും പബ്ലിക്കിനും ഹോൾഡിംഗ് ഉണ്ട്, നമുക്കിവിടെ കാണാം. പബ്ലിക്കിന് 26.80%. അപ്പോൾ ഞാൻ ആ ഡേറ്റ കയറ്റിയോ നോക്കട്ടെ. ഇതിൻ്റെ ഡേറ്റ കയറ്റിയിട്ടില്ല. SCILAL ഫുൾ ഫോം ഒന്നും കൂടെയും പറയാം, നിങ്ങൾക്ക് മിസ്സാകണ്ടെന്ന് കരുതിയാണ് ഒന്നും കൂടെയും പറയുന്നത്. ഇതൊന്ന് സ്റ്റഡി ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ടും കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ മെത്തേഡ് പഠിക്കുകയും ചെയ്യാം, നല്ല സ്റ്റോക്കുകൾ കിട്ടുകയും ചെയ്യും. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് ആൻഡ് അസറ്റ്സ് ലിമിറ്റഡ്, ഇതാണ് പേര്. ചാർട്ടിലേക്ക് പോവാം. SCILAL ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആകാത്ത ഒരു കമ്പനിയാണ്. ഏത് ചാർട്ടാണ് ഇവിടെ കാണുന്നത്? 1 ഇയർ ഡെയിലി ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. നോക്കിക്കേ, ലിസ്റ്റ് ചെയ്തിട്ട് LC അടിച്ചു, പിന്നെ UC അടിച്ചു, പിന്നെ ഇങ്ങനെ പോയി. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടില്ല. വലിയ ബഹളമില്ലാത്ത ചാർട്ടാണ്, പക്ഷേ തുടക്കമായിട്ടുള്ളൂ. ഈ കമ്പനിയുടെ തുടക്കമായിട്ടുള്ളൂ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്. അത് UC ആയിരുന്നു, അന്ന് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്ന്, അതായത് ഈ വീഡിയോ ചെയ്യുന്ന വെള്ളിയാഴ്ചയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കും എത്തുക. അപ്പോൾ ഇതിനാണ് എടുക്കേണ്ടത് അല്ലേ, ഇതിനാണ് അത് ബൈ ചെയ്യേണ്ടത്. പക്ഷേ അന്ന് UC ആയിരുന്നു, ബൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്യാൻഡിലിൽ ബൈ ചെയ്തു. ഇനിയിപ്പോൾ താഴേക്ക് പോകുമോ മുകളിലേക്ക് പോകുമോ? ചിലപ്പോൾ താഴേക്ക് പോയേക്കാം, ചിലപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് പോവുക. എനിവേ നമുക്ക് ബൈ ചെയ്യാൻ ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയുള്ളൂ, ഇവിടെ ബൈ ചെയ്തു. ഇനി ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ജേർണി കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. തുടക്കമാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ ഇടാം? ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. ഇതിൽ വേണമെങ്കിൽ പിരമിഡിങ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യാം. പിരമിഡിങ് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം. അപ്പോൾ ആ മെത്തേഡ് ചെയ്യാം. ഘട്ടം ഘട്ടമായിട്ട് പല അക്കൗണ്ടുകളിൽ കൂടി വാങ്ങുന്ന എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ്, അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ചെയ്യാം. ചാർട്ടുകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതനുസരിച്ചിട്ട് ഇതൊരു ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ പരിഗണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പുതിയ കമ്പനികളും കിട്ടി. ഇനി വീണ്ടും നമ്മൾ എക്സലിലേക്ക് പോവുകയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട്. BSE സൂപ്പർ കമ്പനിയാണ് BSE. അപ്പോൾ ഞാൻ ഓരോ കമ്പനിയിലേക്കും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്കൊന്ന് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാനുണ്ട്. BSE ഉണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. സ്റ്റാറിൻ്റെ ഒക്കെ ലോങ് ചാർട്ട് ബാഡാണ് കേട്ടോ. ഇവിടെ ബാഡ് എന്ന് എഴുതിയേക്കുന്നത്. ലോങ് ചാർട്ട് അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൽ കണ്ടാൽ
നമ്മളത് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടുക, അതൊക്കെയാണ് അതിൽ ഉള്ള മാർഗം. പിന്നെ HAL നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമിൻസ് ഇന്ത്യ ലോങ് ചാർട്ടും ഡെയിലി ചാർട്ടും ഗുഡാണ്. കുറേ പച്ച കളറുകൾ ഇവിടെ ഇങ്ങനെ കാണാം അല്ലേ. പേര് വായിച്ചിട്ട് ഞാൻ അതിലേക്ക് പോവാം. ചെന്നൈ പെട്രോയുണ്ട്, MRPL ഉണ്ട്. അതിൻ്റെയൊക്കെ ലോങ് ചാർട്ട് ബാഡാണ് കേട്ടോ, നോട്ട് ദ പോയിന്റ്. പക്ഷേ ഇപ്പോഴത്തെ ചാർട്ട് ഗുഡാണ്. ചാർട്ട് വ്യൂ ഇത് ഡെയിലി ചാർട്ടാണ് കേട്ടോ. ചാർട്ട് വ്യൂ ഇവിടെ ബ്രാക്കറ്റിൽ 1 മന്ത് എന്ന് കൊടുത്തേക്കുന്നത് വേണമെങ്കിൽ അവിടെ ഡെയിലി എന്ന് കൊടുക്കാം. അതെന്തുകൊണ്ട് അവിടെ കൊടുത്തതെന്ന് ഞാൻ മറന്നു. 1M കൊടുത്തത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം. അപ്പോൾ ചാർട്ട് വ്യൂ ഡെയിലി 1 ഇയർ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഡെയിലി 1 ഇയർ, ഡെയിലി ഒരു കോമ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ 1 ഇയർ എന്ന് കൊടുക്കാം. ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലപ്പോൾ മാറി അവിടെ M കൊടുത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ ഡെയിലി ചാർട്ട് നല്ലതുള്ള കമ്പനികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ചില കമ്പനികൾ ഒരു വർഷത്തെ ചാർട്ട് നല്ലതാണ്, ലോങ് ചാർട്ടും നല്ലതാണ്. അതായത് ഈ കമിൻസ് ഇന്ത്യ പോലെയുള്ള കമ്പനികൾ. ചില കമ്പനികൾ ഒരു വർഷത്തെ ചാർട്ട് നല്ലതാണ്, ലോങ് ചാർട്ട് മോശമാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എൻട്രി എടുക്കാം. ഇപ്പോഴത്തെ ചാർട്ട് നല്ലതാണ്, നമുക്ക് കയറാമല്ലോ. ചില കമ്പനികൾ ലോങ് ചാർട്ട് നല്ലതാണ്, ഇപ്പോഴത്തെ ചാർട്ട് മോശമാണ്. JB കെമിക്കൽ ആൻഡ് ഫാർമ. അപ്പോൾ ഈ കമ്പനി ഇപ്പോഴത്തെ ചാർട്ട് മോശമാണ്, പക്ഷേ ലോങ് ചാർട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇതിൽ സേഫ്റ്റി നോക്കുന്നവർ രണ്ടും നല്ലതായിട്ടുള്ളത് എടുക്കുക. വെരി ഗുഡൊക്കെ ഉള്ളത് ആദ്യം പരിഗണിക്കുക. ഇതിലിപ്പോൾ ട്രെൻഡ് രണ്ടും വെരി ഗുഡാണ്. രണ്ടാമത് വെരി ഗുഡ് ഉള്ളത് ഹാളാണ്. ഇത് നമ്മൾ തന്നെ നോക്കി നമ്മളങ്ങ് റേറ്റിംഗ് കൊടുക്കുകയാണ്. അങ്ങനെയല്ല നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ചെയ്തത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ നോക്കുക. ഇപ്പോൾ KPI ഗ്രീൻ ഇൻ ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ചാർട്ട് ഷോർട്ട് ടൈമിലേക്കുള്ള ചാർട്ട് നല്ലതാണോ അല്ലയോ ഒന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് ഇൻ ഡിസിഷൻ ഇട്ടേക്കുന്നത്. പക്ഷേ ലോങ് ചാർട്ട് നല്ലതാണ്. അത് വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം സഹിതം കാണിച്ചു തരാം. എന്തായാലും സമയം പോകുന്നത് നമ്മൾ നോക്കണ്ട. ഇത് കാണുന്നവർക്ക് അതിൻ്റെ പ്രയോജനം വേണം. അപ്പോൾ ഇതാണ് KPI ഗ്രീൻ. എനർജി എന്നും കൂടി ഉണ്ട് കേട്ടോ, എനർജി ലിമിറ്റഡ്. ഷോർട്ട് ഫോം KPI ഗ്രീനാണ്. അപ്പോൾ അതിൻ്റെ 1 ഇയർ ചാർട്ടാണിത്. ഇത് കണ്ടോ, ഞാൻ ഇൻഡിസിഷൻ ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു വല്ലാത്ത കറക്ഷൻ വന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടം വരെ ഈ ചാർട്ട് നല്ലതാണ്, ഇവിടം വരെ ഈ ചാർട്ട് നല്ലതാണ്. അത് കഴിഞ്ഞിട്ടൊരു വല്ലാത്ത താഴത്തേക്കുള്ള ഒരു പോക്ക്, വല്ലാത്തൊരു കറക്ഷൻ. ഇത്രയും കറക്റ്റ് ചെയ്യരുത്. ഇത് ഒരു ശകലമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കയറിപ്പോണം. അപ്പോൾ അതൊരു കൺഫ്യൂഷനായി. പക്ഷേ അത് കഴിഞ്ഞ് മുകളിലേക്കും പോകുന്നുണ്ട്. സ്റ്റോക്ക് ഇന്ന് യൂസ് ചെയ്യാണ്, ഇന്നലെ യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റർ ചെയ്തതാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ എടുക്കണമെങ്കിൽ ഇന്നോ ഇന്നലെയൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യുകയാണെന്ന് പ്രതീക്ഷിക്കും. യൂസ് ചെയ്യണോ LC ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഇന്ന് LC ആണ് കേട്ടോ, ലോവർ സർക്യൂട്ട് അടിച്ചു. ഇന്നലെ യൂസ് ചെയ്യായിരുന്നു, ഇന്ന് LC ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ചാർട്ട് നല്ലതല്ല. എന്നാൽ അതിൻ്റെ ലോങ് ചാർട്ട് നല്ലതായിരിക്കും. അതിൻ്റെ ലോങ് ചാർട്ട് ഞാൻ ഒന്ന് ഇടാം. ഓൾ ഡേറ്റ മന്ത്ലി കണ്ടോ, ഇതിൻ്റെ ലോങ് ചാർട്ട് നല്ലതാണ്. ഇത് ഒരു സൂപ്പറായിട്ടുള്ളൊരു ലോങ് ചാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കമ്പനികളിൽ ഇടയ്ക്ക് അതിൻ്റെ റിസൾട്ടോ എന്തെങ്കിലുമൊക്കെ മോശം വന്നു കഴിഞ്ഞാൽ ടെമ്പററി അത് താഴേക്കും. പിന്നീട് ആ റിസൾട്ട് നല്ല റിസൾട്ടായി കഴിയുമ്പോൾ അത് മുകളിലേക്കും പോകും. അപ്പോൾ ഇതിൻ്റെ ലോങ് ചാർട്ട് നല്ലതാണ്. പക്ഷേ 1 ഇയർ ഡെയിലി ചാർട്ടിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇൻഡിസിഷൻ എന്ന് അവിടെ ഇട്ടത്. അപ്പോൾ ഇങ്ങനത്തെ പല സിനാരിയോയിൽ കൂടെ നമ്മൾ പോകേണ്ടി വരും. അതേപോലെ മാർക്കറ്റ് ക്യാപ്പ്, ഇതൊക്കെ അത്യാവശ്യം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികൾ എടുക്കുന്നതാണ് നല്ലത്, തീരെ കുറവ് എടുക്കാതെ. ഇപ്പോൾ പ്രീമിയർ എക്സ്പ്ലോസീവ് മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ കമ്പനിയാണ്, പക്ഷേ ചാർട്ട് രണ്ടും സൂപ്പറാണ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടർ ഹോൾഡിങ്ങിന് അധികം വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നാലും ഏകദേശം സ്ട്രോങ് ഹാൻഡ്സിൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ BSEക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 എന്ന് വെച്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മോശം സ്റ്റോക്കാണോ? നല്ല സൂപ്പർ സ്റ്റോക്കാണ്. അതിൻ്റെ ചാർട്ട് വ്യൂവും നല്ലതാണ്, രണ്ടും ഗുഡാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 ITCക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 കാരണം അത് ഒരു പ്രൊമോട്ടറല്ല, ഒരു കുടുംബമല്ല ആ സ്റ്റോക്ക് റൺ ചെയ്യുന്നത്, അതൊരു ഫേമാണ് റൺ ചെയ്യുന്നത്. അതിൽ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് വരിക. പ്രൊമോട്ടർ ഹോൾഡിംഗ് 0 എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണത്. അപ്പോൾ അത് മോശമാണ്, കമ്പനി മോശമാണെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. BSEക്ക് ഉദാഹരണമാണത്. BSEക്ക് 0 BSE നല്ല സൂപ്പർ കമ്പനിയാണ്. ചാർട്ട് ഞാൻ കാണിക്കുന്നില്ല, സമയം പോകും. അടിപൊളി ചാർട്ടുമാണ്, നല്ല കമ്പനിയാണ്. FISൻ്റെ കയ്യിൽ 13.04% ഉണ്ട്. അത് ആ ഡേറ്റ ഇവിടെ, അതായത് സ്ട്രോങ് ഹാൻഡ്സിൻ്റെ കയ്യിൽ എത്ര ശതമാനം ഇതുണ്ട്, വീക്ക് ഹാൻഡ്സിൻ്റെ കയ്യിൽ എത്രയുണ്ട്. ഇവിടെ FIS സ്ട്രോങ് ആണ്, 13% ഉണ്ട്. DIS സ്ട്രോങ് ആണ്, 12% ഉണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 51% ഉണ്ട്. ഞാൻ പബ്ലിക്കിൻ്റെ കയ്യിൽ പേഴ്സൻറ്റേജ് കുറഞ്ഞ കമ്പനികൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിലുള്ള പേഴ്സൻറ്റേജ് കുറവുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3-4 കോളം വെച്ചിരിക്കുന്നത്. അല്ലാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രം മനസ്സിലാക്കാനല്ല. ഇതിലിപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% അടുത്തുള്ളത് ഒരു സ്റ്റോക്കുണ്ട്, പുറവൻകര എന്ന് പറയുന്ന ഒരു സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയല്ലോ, എല്ലാം ഞാൻ വായിച്ചിട്ടില്ല.
അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോങ് ചാർട്ട് ബാഡ് ആണെങ്കിലും ഷോർട്ട് ടൈം ചാർട്ട് ഗുഡാണ്. അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ പ്രൊമോട്ടർ ഹോൾഡിങ് 75% ഉണ്ട്. FIS 16.65% ഹോൾഡ് ചെയ്യുന്നുണ്ട്. DIS 0.43% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 7.92% ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ഹാൻഡിൻ്റെ കയ്യിലാണ് ഈ സ്റ്റോക്ക് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. പബ്ലിക്കിൻ്റെ കയ്യിൽ കുറവാണ്. പബ്ലിക് എന്ന് പറയുന്നത് നമ്മളാണ് വീക്ക് ഹാൻഡ്. ഇനി ഞാൻ ഇതിൽ ഒരു കോളം കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷേ വേറെ സ്റ്റോക്കുകളിൽ ഇത് എഴുതി വരുന്നേ ഉള്ളൂ കേട്ടോ, എഴുതി വരുന്നേ ഉള്ളൂ. വേറെ കോളങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ തന്നെ പോവാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. കമിൻസിൻ്റെ ആണ്. ഇവിടെ പബ്ലിക് ഹോൾഡിങ് ലാസ്റ്റ് ക്വാർട്ടർ, ഇത് ഞാൻ ചെറുതാക്കി ഇട്ടേക്കാണ്. പബ്ലിക് ഹോൾഡിങ് ലാസ്റ്റ് ക്വാർട്ടർ അത് 8.93 ഇപ്പം പബ്ലിക് ഹോൾഡിങ് 8.63. അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ കൂടുതലും ഇപ്പോഴത്തെ ക്വാർട്ടറിൽ കുറവും. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് പോകുന്നുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റോക്ക് പോയി എങ്ങോട്ടാണ് പോവുക? FISൻ്റെ കയ്യിലേക്ക്, DISൻ്റെ കയ്യിലും അല്ല പ്രൊമോട്ടറുടെ കയ്യിലും ആയിരിക്കും. അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റോക്ക് കുറയുന്നു. എന്നാൽ സ്ട്രോങ് ഹാൻഡ്സ് ആയിട്ടുള്ള FIS അല്ലെങ്കിൽ DIS അല്ലെങ്കിൽ പ്രൊമോട്ടർ ഇവരുടെ കയ്യിൽ ഈ സ്റ്റേക്ക് കൂടുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ പച്ച കളർ ഇട്ടേക്കുന്നത്. പച്ച കളർ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റഡികൾ ചെയ്യുക. അത് ഞാൻ 2 കമ്പനിയുടെ ഇപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഒരു കമ്പനിയിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഏതാ കമ്പനിയും നമുക്ക് നോക്കാം. ഹിറ്റാച്ചി എനർജി എന്ന് പറയുന്ന കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 40,000 കോടിയുണ്ട്. പൊളിയാണ്. ലോങ് ചാർട്ടും ഷോർട്ട് ചാർട്ടും ഗുഡാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% ഉണ്ട്. FIS 3.48, DIS 9.7, പബ്ലിക്ക് 11.81. ഇത് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയാണ്. എന്നാൽ ഇതിനു മുമ്പോ പബ്ലിക്ക് 12.44 ആയിരുന്നു. കണ്ടില്ലേ? പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞു. വീക്ക് ഹാൻഡിൽ നിന്ന് സ്റ്റോക്ക് സ്ട്രോങ് ഹാൻഡിലേക്ക് വേണം. നമുക്ക് ലോങ് ടൈമിന് പരിഗണിക്കാം. ഇനി അടുത്തതാ ഇവിടെ കുറച്ച് കോളം കാണാലോ. ഇതൊക്കെ എന്താണ്? ഇത് ഈ ഓരോ സ്റ്റോക്കിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ ആണ്. 1 ഇയർ റിട്ടേൺ. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാം. ഞാൻ ഒരു വർഷം മുമ്പത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസ്, CMB എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രൈസാണ്. ഒരു വർഷം മുമ്പത്തെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും കൂടെയും വെച്ച് അതിൻ്റെ ഡിഫറൻസ് കണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാത്തിനെയും കണ്ടിട്ടില്ല, ഇനി എല്ലാത്തിനെയും കാണണം. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആദ്യം കണ്ടു പോവുകയാണ്. പിന്നെ ഈ സ്റ്റഡിയൊക്കെ പകുതി അല്ലെങ്കിൽ മുക്കാലെത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇതിൽ കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യും, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 126% ഈ ഒരു സ്റ്റോക്കിൽ. ഏതാണത്? കമിൻസ് ഇന്ത്യയിൽ നമുക്ക് ഒരു വർഷത്തെ റിട്ടേൺ കിട്ടിയത്. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് അതേതാണ്? ഹിറ്റാച്ചി എനർജിയിൽ ഒരു വർഷത്തെ റിട്ടേൺ 184. അപ്പോൾ റിട്ടേൺ കൂടുതൽ ഏതാണ്? ഹിറ്റാച്ചി ഇന്ത്യയാണ്. അപ്പോൾ ഇനിയും അത് റിട്ടേൺ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഏത് സ്റ്റോക്ക് ആദ്യം വാങ്ങണം അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങണം എന്നൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു വർഷത്തെ റിട്ടേൺ നോക്കിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഒരു ഭയങ്കരമായിട്ട് ഈ റൂൾ എങ്ങനെ തന്നെ പോകും അങ്ങനെയൊന്നുമില്ല. ഇത് തിരിഞ്ഞും വരാം. മാക്സിമം നമ്മൾ സ്റ്റഡി ചെയ്ത് നല്ല സ്റ്റോക്ക് കണ്ടെത്താനുള്ള ഒരു ഇതാണ്. ഒരു പക്ഷേ അടുത്ത വർഷം ചിലപ്പോൾ കമൻസ് ഇന്ത്യ ആയിരിക്കും കൂടുതൽ റിട്ടേൺ തരുന്നത്. അതായത് ഈ മുകളിലത്തെ ഇതായിരിക്കും റിട്ടേൺ തരുന്നത്. ഹിറ്റാച്ചി ചിലപ്പോൾ കുറവായിരിക്കും തരുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഈ വർഷം ഏതാണ് ഏറ്റവും കൂടുതൽ തന്നത്? ഹിറ്റാച്ചിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അടുത്ത വർഷവും അത് തരാൻ സാധ്യതയുണ്ട്. ഇത്രയും റിട്ടേൺ തരണമെങ്കിൽ ആ സ്റ്റോക്കിന് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ തന്നത്. അതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയേ പറയാൻ പറ്റുള്ളൂ. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റൂള് പോലെ നമുക്ക് പരിഗണിക്കാം. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇത്രയും കിട്ടിയത് കൊണ്ട് അടുത്ത പ്രാവശ്യം ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. പിന്നെ നമ്മളൊരു മോശം സ്റ്റോക്കൊന്നും അല്ല എടുക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്ത് മോശമൊന്നും അല്ല എടുക്കുന്നത്. ഇനി അവസാനത്തെ കോളം അത് ഞാൻ ചെയ്തിട്ടില്ല. ഇൻസൈഡർ ബൈ ആണ്. ഈ സ്റ്റോക്കിൽ ഇൻസൈഡർ ബൈ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ പണ്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഇത് NSEയിലാണ് ഈ ഡേറ്റ കിട്ടുക കേട്ടോ. NSEയിലാണ്. പണ്ടൊക്കെ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് അത് ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു പ്രോസസ്സുണ്ട്. ഇപ്പോൾ എടുത്തവർക്ക് ഞാനത് അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കോഴ്സ് എടുത്തവരൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ഇട്ട് തരാം കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ അത് ക്ലാസ്സായിട്ടാണ്, ലെങ്തിയാണ്. അപ്പോൾ നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു ഇതാണ്. പുതിയതായിട്ട് വരുന്നവർക്ക് ഞാനിത് കൊടുക്കുന്നില്ല. എന്നാന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്നവർക്ക് അല്ലാതെ തന്നെ പഠിക്കാൻ ഇഷ്ടമാതിരി ഉണ്ട്. അതുകൊണ്ട് ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇൻസൈഡർ ബൈ ഞാൻ ഇതിൻ്റെ എല്ലാം ചെക്ക് ചെയ്തിട്ടുമില്ല. അത് നിർബന്ധമുള്ള കേസല്ല. കാരണം ഇൻസൈഡർ ബൈ അത്രയധികം ഭയങ്കര പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻസൈഡർ ബൈയുള്ള സ്റ്റോക്കുകൾ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ലോങ് ടൈമിലേക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എക്സ്ട്രാ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇൻസൈഡർ ബൈ ഇട്ടിരിക്കുന്നത്. NSEയിൽ ഇതിൻ്റെ ഡേറ്റ കിട്ടും. നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെ എടുക്കാമെന്നുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല, നോ ഇഷ്യൂ. നമ്മളെല്ലാം നോക്കുമ്പോൾ അതും കൂടെ നോക്കാൻ സമയം എനിക്കിപ്പോൾ സമയം കിട്ടിയിട്ടില്ല.
അതനുസരിച്ച് അങ്ങനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആണോ ഇപ്പോൾ നോക്കുന്നത് അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്യുറസി കൂടും. അതേപോലെ ഈ പബ്ലിക് ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നത് അതൊരു കോൺസെപ്റ്റാണ്. അതായത് വീക്ക് ഹാൻഡിൻ്റെ കയ്യിൽ കുറവാണ്, എന്നാൽ സ്ട്രോങ് ഹാൻഡിൻ്റെ കയ്യിൽ കൂടുതലാണ് എന്നുള്ളത്. പക്ഷേ ഇത് എപ്പോഴും അങ്ങനെ തന്നെ വരണമെന്നില്ല. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ബർജർ പെയിൻറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കണ്ടോ, ഈ ഒരു പെയിൻറ്റ് കമ്പനിയാണ് ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കയറി വന്നേക്കാം കേട്ടോ. കുറച്ച് നാളായിട്ട് ഈ പെയിൻറ്റ് കമ്പനികൾ പെർഫോം ചെയ്യുന്നില്ല, ഏഷ്യൻ പെയിൻറ്റും പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നോക്കിയതാണ്. നമ്മൾ ഈ സ്റ്റഡിയിൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്രേക്ക് ഔട്ട് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ നമ്മളിതിൽ പരിഗണിക്കുന്നുള്ളൂ. ഇനിയും പല ക്രിറ്റീരിയകളുണ്ട്, സപ്പോർട്ട് ചെയ്ത് തിരിഞ്ഞ് കയറുന്ന സ്റ്റോക്കുകൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ബ്രേക്ക് ഔട്ട് മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ വീക്ക് ഹാൻഡ് കുറവാണ്. അതായത് പബ്ലിക് നോക്കിയേ, പബ്ലിക് 9.17 കഴിഞ്ഞ ക്വാർട്ടറെ അപേക്ഷിച്ചിട്ട് പബ്ലിക്കിൻ്റെ സ്റ്റേക്ക് കുറഞ്ഞിട്ടുണ്ട്. പബ്ലിക്ക് വിറ്റ് ഒഴിവാകുന്നുണ്ട്, എന്നാൽ DISൻ്റെ സ്റ്റേക്ക് കൂടുന്നുമുണ്ട്. പക്ഷേ ഇത് ടെക്നിക്കലി ബൈ ആകണം. ഇത് ഇതേവരെ ടെക്നിക്കലി ബൈ ആയിട്ടില്ല. പ്രൊമോട്ടർ ആണെങ്കിൽ ഏകദേശം 75% തന്നെ പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ട്. FISൻ്റെ കയ്യിൽ 10.66% ഉണ്ട്. DISൻ്റെ കയ്യിൽ 5.17% ഉണ്ട്. ഇനി പബ്ലിക്കിൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്. അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഇത് വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് സുഖമില്ല. ഇപ്പോൾ ചാർട്ട് സുഖമില്ല. ഇത് മുകളിലേക്ക് കയറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. താഴേക്ക് പോകുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങില്ല. നമ്മൾ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വാങ്ങുക. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സെൻസാർ ടെക്നോളജീസ് നല്ല രീതിയിൽ മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് 1 ഇയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ ഡെയിലി ചാർട്ട് കണ്ടോ. ഒരു ബ്രേക്ക് ഔട്ടിനോട് അടുത്തു, നടത്തിയിട്ടില്ല, ബ്രേക്ക് ഔട്ടിനോട് അടുത്ത് പുള്ളി ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് നടത്തിയേക്കാം. പക്ഷേ ഇതിലും നല്ല ചാർട്ടുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാക്കി സ്റ്റോക്കുകൾ KPI ഗ്രീൻ എത്തിയപ്പോഴാണ്, ഇൻഡിസിഷൻ വന്നപ്പോഴാണ് നമ്മൾ അതിൻ്റെ ചാർട്ടിലേക്ക് പോയത്. GE-T&D എന്ന് പറയുന്ന സ്റ്റോക്കുണ്ട്, ഡിക്സൺ ഉണ്ട്. ഡിക്സൻ്റെ 2 ചാർട്ടും ഓക്കെ, 2 ചാർട്ടും ഗുഡാണ്. RVNL ഉണ്ട്. RVNL 2 ചാർട്ടും ഗുഡാണ്. റെയിൽവേ സ്റ്റോക്കാണ്, ഈയിടെ ബ്രേക്ക് ഔട്ട് നടത്തിയ ഒരു സ്റ്റോക്കാണ് RVNL. കോൾപാലുണ്ട്. അപ്പോൾ ഇവിടെ ചിലതിനൊക്കെ ഞാൻ പച്ച കളർ ഇട്ടേക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാർട്ടുള്ളതിനാണ് പച്ച കളർ ഇട്ടേക്കുന്നത് കേട്ടോ. കോൾഗേറ്റ് പാൽമോലീവ് വലിയ റിട്ടേൺ കിട്ടില്ല, പക്ഷേ നമുക്കൊരു വലിയ കമ്പനിയാണത്. അപ്പോൾ വലിയ കമ്പനിയാകും, നമുക്കത് നമ്മുടെ കോൾഗേറ്റും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ കോൾപാൽ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് സ്റ്റഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കമ്പനികളാണ് ഇത് ഇട്ടേക്കുന്നത്, പച്ച കളർ ഇട്ടേക്കുന്നത്. ഇവിടെ റെഡല്ല, ഇതൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു കളർ ഇത് ഇട്ടേക്കുന്നത് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ആ ഒരു സംഭവങ്ങൾ നെഗറ്റീവാണ് എന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഹിറ്റാച്ചി എനർജി പറഞ്ഞു കഴിഞ്ഞു. KSB ഒക്കെ ചാർട്ട് സൂപ്പറാണ്. ഇനി മാസ്ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, മാസ്ഡോക്ക് നമ്മൾ ഷിപ്പിംഗ് കമ്പനിയാണ്. ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ ഇവിടെ റെയിൽവേ കമ്പനി ഒന്നുണ്ട്, അതുപോലെ ഷിപ്പിംഗ് കമ്പനി ഒന്നുണ്ട്. ഷിപ്പിംഗ് കമ്പനി ഒന്നല്ല കേട്ടോ, 2 എണ്ണം ഉണ്ട്. SCILAL അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള പ്രൊമോട്ടർ. അപ്പോൾ അതുണ്ട്. മാസ്ഡോക്കിൻ്റെ പഠിക്കാൻ ഇട്ടേക്കുന്നു, SCIL പഠിക്കാൻ ഇട്ടേക്കുന്നു. ഇനിയും ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ കമ്പനികൾ വരും. ഇതിൽ നിന്ന് നമ്മൾ പല സംഭവങ്ങൾ നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ലോങ് ടൈമിൽ എടുക്കണം. അപ്പോൾ നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത കുറയും. അടുത്ത് പുറവങ്കര, പിന്നെ ട്രെൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, JB കെമിക്കൽ പറഞ്ഞു, പിന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ് ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള ലോങ് ടൈമിലേക്കുള്ള ലിസ്റ്റ്. അതിൽ ഏറ്റവും ടോപ്പ് ഏതാണ്? ട്രെൻഡാണ്. പിന്നീട് ഏതാണ് ടോപ്പ്? HAL ആണ് ടോപ്പ്. ഇതൊക്കെ നമ്മൾ ചാർട്ട് വെച്ചിട്ടാണ് ഇത് ടോപ്പ് എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഇതിന് മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തത് കോൺഫിഡൻറ്റ് ഫാമിലിയിൽ 710 ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ ട്രെൻഡിൻ്റെ പ്രൈസ് എത്രയാണ്? 4000 അന്നേ അത് ലോങ് ടൈമിന്, അന്ന് ഗുഡ് ഫോർ ലോങ് ടൈം എന്ന് ഞാൻ എഴുതി കാണും. ഇപ്പോൾ 4346. അപ്പം കോൺഫിഡൻറ്റ് ഫാമിലി അന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് ഗുഡ് ഫോർ ലോങ് ടൈം എന്ന് അന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇത് ഓർക്കുക, ഇത് 700 ആയിരുന്നപ്പോൾ എപ്പോഴാണ് എന്നുള്ളത് ഓർക്കുക. കുറേ എന്ന് പറയുമ്പോൾ 1 വർഷം മുമ്പ് 1400 പ്രൈസ്. എത്ര ശതമാനമാണല്ലേ, എത്ര ഇരട്ടിയാണ് കയറിപ്പോയിരിക്കുന്നത്. 1 വർഷം മുമ്പ് 1400. അപ്പോൾ അതിൻ്റെയും പകുതി. അപ്പോൾ ഇങ്ങനത്തെ ചാർട്ടുകളാണ് നമുക്ക് നല്ല ചാർട്ടായിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ പുതിയ കമ്പനികളും നമുക്ക് കിട്ടും. പുതിയ കമ്പനികളിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു പക്ഷേ അത് ഒരു വലിയ ജേർണിയുടെ ബിഗിനിങ് ആയിരിക്കാം. എന്നാൽ നമ്മളിങ്ങനെ എൻട്രി എടുക്കുന്ന കമ്പനികൾ ഇത്രയും സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നേക്കാം. പക്ഷേ അതിൻ്റെ നമ്പർ കുറവായിരിക്കും, നഷ്ടം വരാനുള്ള സാധ്യത അവിടെ കുറവായിരിക്കും. ഒട്ടും വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരു കമ്പനിയിലൊന്നും നിൽക്കരുത്. നമ്മളൊരു 10-20 കമ്പനിയിൽ ലോങ് ടൈമിന് പരിഗണിക്കുക. അതിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കയറി പോകുന്ന 2-3 കമ്പനികളുണ്ടാവാം, അത് മതി. ബാക്കി അല്ലാത്തതൊക്കെ ചെറിയ റിട്ടേൺ അങ്ങനെ, അത് പിന്നീട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
അപ്പോൾ 10-20 കമ്പനികളിലും പരിഗണിക്കുക, ഏറ്റവും കുറഞ്ഞത് കേട്ടോ. 20 കമ്പനികൾ, അതിൽ കൂടുതൽ മാനേജ് ചെയ്യാനും പറ്റില്ല ലോങ് ടൈമിന്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതല്ല, ഒരുപാട് കമ്പനികൾ പരിഗണിക്കും. ഇങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് പല കമ്പനികളും എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് അത്യാവശ്യം പ്രോഫിറ്റിൽ പലതും വിൽക്കും. അങ്ങനെ നമ്മളൊരു കുറച്ച് പ്രോഫിറ്റ് ആക്കി വെക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാനുള്ള, ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പരിഗണിക്കാനുള്ള സ്റ്റഡിയുടെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്ത എക്സൽ ഷീറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഇതുവഴി നമ്മൾ സ്റ്റോക്കൊക്കെ എടുത്ത് അതിൻ്റെ ഒരു സംഭവമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെ ഇത് കാണിക്കുന്നില്ലേ, ഏതാണ് ETF, അതായത് ഏതാണ്ട് ഒരു 10-15 ദിവസം ട്രേഡ് ചെയ്തിട്ട് ETF 10-8,000 രൂപ ലാഭം കിട്ടിയത് ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഇതേപോലെ ഇനി സ്റ്റോക്കുകൾ ഇത് ചെയ്യുന്നേ ഉള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാം ഞാൻ ഷോർട്ട് ടൈമിലേക്ക് മിക്ക സ്റ്റോക്കുകളും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണിക്കണം, P&L കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്നാൽ 100, 200, 300% കയറിയിരിക്കുന്ന സ്റ്റോക്കുകൾ, നമ്മൾ വാങ്ങിയിട്ട് കയറിയിരിക്കുന്ന സ്റ്റോക്കുകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 100% ഒന്നും ഇതുവരെ വെയിറ്റ് ചെയ്തിട്ടില്ല, നേരത്തെ വിറ്റ് കളയും, അതാണ് കുഴപ്പം. എന്നിട്ട് വീണ്ടും കയറുക, പ്രോഫിറ്റ് എടുക്കുക. അങ്ങനെ ഒരു മെത്തേഡ് നമുക്കുണ്ടായിരുന്നു, വളരെ സക്സസ് ആയിട്ടാണ് പോകുന്നത്. ആ മെത്തേഡ് നമ്മൾ ഉപേക്ഷിക്കുന്നൊന്നുമില്ല. അതോടുകൂടി ഒരു ലോങ് ടൈം പോർട്ട്ഫോളിയോ കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കുകളും ലിസ്റ്റുകളും ഒക്കെ ഇനി അടുത്ത വീഡിയോകളിൽ വരും. അതേപോലെ ETF-ൻ്റെ ട്രേഡിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോകും. അതിന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ 5 പൈസയിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മ്യൂച്വൽ ഫണ്ട് പലയിടത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 പൈസയിൽ കണ്ടില്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ നമ്മുടെ റിട്ടേൺ, ഇത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ആവും. 56,000 രൂപ മ്യൂച്വൽ ഫണ്ടിൽ ലാഭമുണ്ട്. 25% അല്ല, അപ്രോക്സിമേറ്റ്ലി 25% ലാഭത്തിലാണ് റൺ ചെയ്യുന്നത്. നമ്മൾ ഈ ഇടയ്ക്കും കൂടെ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. നമുക്ക് ലേറ്റസ്റ്റ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കിട്ടുമായിരിക്കും. ഇത് കണ്ടോ, ഞാൻ ട്രേഡ് ചെയ്യുന്ന 30-ൽ പരം ETF-കൾ, ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, അടുത്ത വേറെ ഒരു വീഡിയോ, ഇത് 3 ആഴ്ച മുമ്പ് ചെയ്ത 5,000 രൂപയുടെ SIP 20 വർഷം കൊണ്ട് 10,60,00,000 വളരാം. SIP പ്ലസ് ലംസം 8th വണ്ടർ 10,000 രൂപ 25 ലക്ഷമാക്കുന്ന മാജിക്. ഈ വീഡിയോ കണ്ടതാണ്, അല്ല ഈ വീഡിയോ ചെയ്തതാണ് 3 വർഷം മുമ്പ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു മ്യൂച്വൽ ഫണ്ട് പറയുന്നുണ്ട്. ഇനിയും മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്ക് കുറഞ്ഞ രീതിയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോകളൊക്കെ കണ്ട് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ETF-ലോ ഒക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ്, വലിയ കുഴപ്പമില്ല. മ്യൂച്വൽ ഫണ്ടിൽ ട്രേഡ് ചെയ്യണമെന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നിങ്ങളെ കാണിച്ചതാണ്. ഈ വീഡിയോൻ്റെ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ട്, ലോങ് ടൈം ഇതായതുകൊണ്ടും വളരെയധികം ലെങ്തി ആയതുകൊണ്ടും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്തോളൂ. അപ്പോൾ കൂടെ ഞാനുണ്ട്. ഇനി ലോങ് ടൈമിലേക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ നമുക്ക് പിക്ക് ചെയ്യാം. എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അടുത്ത വീഡിയോ മിക്കവാറും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആയിരിക്കും കേട്ടോ, 1-2 മ്യൂച്വൽ ഫണ്ടിൻ്റെ ആയിരിക്കും. അത് ഞാൻ ഇൻവെസ്റ്റ് പേഴ്സണലി ചെയ്യാൻ ഉദ്ദേശം അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.